ടോയ്സ് ആൻഡ് ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓവനില്ലാതെ മൈദയും ഇല്ലാതെ ആട്ട കൊണ്ട് എങ്ങനെ പിസ്സ ഉണ്ടാക്കാമെന്നാണ്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പിസ്സയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ബേസ് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ആട്ട വെച്ചിട്ടാണ് പിസ്സ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 1/2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും. പിന്നെ ഞാനിവിടെ കേർഡ് വെച്ചിട്ടാണ് നമ്മുടെ ഡോ കുഴയ്ക്കുന്നത്. വെള്ളം ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മുടെ ഡോ നല്ലതായിട്ട് സ്മൂത്തായിട്ടിരിക്കും. അതുകൊണ്ടാണ് കേർഡ് വെച്ചിട്ട് ഞാനിവിടെ കുഴയ്ക്കുന്നത്. പിന്നെ എൻ്റെ ടോപ്പിങ്സ് തയ്യാറാക്കാനുള്ളത് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാവോ, നിങ്ങളുടെ ഇഷ്ടം. ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഉപ്പും മഞ്ഞളും നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ നന്നായിട്ട് തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് എണ്ണയ്ക്കകത്തിട്ട് മുരിച്ചെടുക്കും. പിന്നെ ക്യാപ്സിക്കം, പിന്നെ ഒനിയൻ, പിന്നെ ബട്ടർ, പിന്നെ ഓയിൽ. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗ്രീൻ ചില്ലിയുടെ സോസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലിയുടെ സോസും ഉപയോഗിക്കാം, അത് ഓപ്ഷണബിളാണ്. പിന്നെ നിങ്ങൾക്ക് പിന്നെ ടൊമാറ്റോ സോസ്, പിന്നെ പിസ്സ സോസ്. ഇത്രയുമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ആട്ട ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. പിന്നെ പഞ്ചസാര, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. എന്നിട്ട് നമുക്ക് കുറച്ചായിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും തൈര് വേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ ചെറുതായിട്ടൊന്ന് പശവശപ്പുണ്ട്. അതിന് നമുക്ക് ഇച്ചിരി ഒരു ഓയിൽ ഇങ്ങനെ കയ്യിലൊന്ന് പുരട്ടിയിട്ട് നമുക്ക് ഒന്നോടൊന്ന് ഇത് ചെയ്യാം. ഒന്നോടൊന്ന് നന്നായിട്ട് കുഴയ്ക്കാം. ഞാനൊരു 10 മിനിറ്റ് നേരം നമുക്കിത് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും കാശ്മീരി ചില്ലിയും ഇട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിക്കാം. ഒത്തിരി മൊരിയണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒത്തിരി മൊരിയണ്ട, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി മൊരിയണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യമായിട്ട് നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കണം. ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒരു ചെറുതായിട്ടൊന്ന് മൊരിയണം. ഒത്തിരി മൊരിയല്ല, ഒത്തിരി ക്രിസ്പി ആവരുത്, ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞാൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് ഒത്തിരി മൊരിഞ്ഞിട്ടും ഇല്ല, എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഈ പരുവമാവണം. നന്നായിട്ട് വേവും വേണം. നമുക്കിതൊന്ന് കോരിയെടുക്കാം.
അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് വലിയ വലിയ പീസസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇടണം. ഇനി നമ്മൾ എങ്ങനെയാണ് നമുക്കത് പിസ്സയുടെ ബേസ് പരത്തുന്നത് നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് പൊടി ഇതിലേക്ക് ഇടുക. പൊടിയൊക്കെ ഇങ്ങനെ ഒന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ കേക്കിൻ്റെ നമ്മുടെ ഓവനിൽ വെക്കുന്ന കേക്കിൻ്റെ ഒരു പാത്രത്തിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്താലും മതി. ഇനി നമുക്കിത് ഇതിനകത്തോട്ട് വെക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ ആ ഒരു റൗണ്ട് വരുന്ന പോലെ നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൗണ്ട് നമുക്ക് ശരിയായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എനിക്ക് പലപ്പോഴും ഇതിൻ്റെ റൗണ്ടൊന്നും കിട്ടാറില്ല. അപ്പം ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പരത്തിയൊക്കെ കൊടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് പരത്തി കൊടുക്കാം. ഏകദേശം നമ്മുടെ പിസ്സയുടെ ബേസ് റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് നമ്മുടെ സോസ് പുരട്ടുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ബേസ് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ സോസ് ഒന്ന് പുരട്ടി കൊടുക്കാം. ആദ്യം ടൊമാറ്റോ സോസാണ് ഞാൻ എടുക്കുന്നത്. ശേഷം പിസ്സ സോസ്, ശേഷം ഗ്രീൻ ചില്ലിയുടെ സോസ്. അത് ഞങ്ങൾക്ക് അല്പമേ ഇടുന്നുള്ളൂ. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി അധികം ഇടാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ അടുത്തതായിട്ട് നമ്മൾ ചീസാണ് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മൊസറല്ല ചീസാണ്. അത് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ആദ്യം ഇത് പറയാൻ വിട്ടുപോയി, കാരണം ഇത് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ ചീസ് ഇതിൻ്റെ പുറത്തിട്ടു. അതിനുശേഷം നമ്മൾ ക്യാപ്സിക്കമാണ് അടുത്തതായിട്ട് നമ്മൾ ഇടുന്നത്. അതിനുശേഷം നമ്മൾ ഒനിയനാണ് ഇടുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ചിക്കൻ, അങ്ങനെ നമ്മുടെ ചിക്കൻ ഇതിൻ്റെ പുറത്തിട്ടു. ഇനി നമ്മൾ ഈ ബട്ടർ നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കണം.
അങ്ങനെ നമ്മുടെ പിസ്സ കുക്ക് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് ഓവനിലല്ല വെക്കുന്നത്, ഞാനിത് അടുപ്പിലാണ് വെക്കുന്നത്. അടുപ്പിൽ എങ്ങനെയാണ് പിസ്സ കുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ പിസ്സ കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചീഞ്ചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അതിൽ ഒരു 10 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനകത്ത് ഞാൻ സോൾട്ട് ഇട്ടിട്ടുണ്ട്. സോൾട്ട് ഇട്ടത് എന്തെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഹീറ്റ് കിട്ടാൻ വേണ്ടിയാണ് സോൾട്ട് ഇടുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ഒരു ട്രേ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു ചെറിയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു സ്റ്റാൻഡ് പോലെ വെക്കാം. എനിക്ക് ഇങ്ങനൊരു ട്രേ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ട്രേ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പുറത്തോട്ട് നമുക്ക് പിസ്സ വെക്കാം. നമ്മുടെ പിസ്സ കുക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് 40 മിനിറ്റ് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആട്ട കൊണ്ടുള്ള പിസ്സ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സൂപ്പറായിട്ടുള്ള പിസ്സയാണിത്. നിങ്ങൾക്കിത് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കാം, ഓവൻ വേണമെന്നില്ല. അതുപോലെ തന്നെ ഇത് ഞാൻ ആട്ടയും കൊണ്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.